ഇന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് സുധീഷ് എന്നെ കാണാൻ വന്നത്. സുധീഷ് ആരെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സുധീഷ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ്. ആള് 23 വയസ്സ് കഴിഞ്ഞൊരു പയ്യനാണ്. അനിമേറ്ററാണ്. ഇപ്പോൾ ഹൈദരാബാദിലെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണം. വളരെ നാളുകൾക്ക് ശേഷമാണ് നാട്ടിൽ വരുന്നത്, കാണുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് കാലം ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിച്ച് നടന്നിരുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വാലായിട്ട് നടന്നിരുന്ന പയ്യന്മാരാണ് ഇവന്മാർ. പറഞ്ഞു വരുന്നതൊന്നല്ല, സുധീഷ് കണ്ടപ്പോൾ സുധീഷ് ഇന്ന് വളരെ വളരെ അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. രാഷ്ട്രീയം ഒന്ന് കാണണം വിചാരിച്ചിട്ട് തന്നെയാണെന്ന് വന്നത്. എന്താണ് സുധീഷ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, ഞാനത് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ സേവ് ചെയ്യണോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് രാഷേട്ടാ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അവൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം അച്ഛൻ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കണം, പണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന് തന്നെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്, പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം ആളെ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആളീ ചോദിച്ച ചോദ്യം വളരെ അവൻ്റെ ആ ഒരു കോൺസെപ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ്, നിങ്ങളാണ് ഈ സുധീഷിൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എങ്ങനെയാണത് തീരുമാനിക്കുക? ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പണം കിട്ടുന്ന സാലറി സേവ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ? ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സുധീഷ്, നമുക്ക് കിട്ടുന്ന ഓരോ പണവും ഓരോ രൂപയും നമുക്ക് വളരെ മൂല്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. 2, ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ സേവ് ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് നിന്റെ ആവശ്യം, ആ ഒരു നിന്റെ പേഴ്സ്പെക്റ്റീവാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ഫൈനൽ ഡിസിഷൻ നിന്റെ കയ്യിലാണ്. പക്ഷേ അതിനെ തീരുമാനിക്കേണ്ടത് ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പലപ്പോഴും പണം നമ്മൾ സേവ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന സാലറി മാറ്റുന്നു. നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്നതാണ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇത്ര രൂപ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ളത്. അത് നമുക്ക് ക്വിക്കലി ആക്സസബിൾ ആണ്, എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം. നമുക്ക് ലിക്വിഡിറ്റി വളരെയധികം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാത്തിനും പുറമെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് നൽകുന്നതാണ് പണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്ന ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് സേവിങ്സ് അക്കൗണ്ടിന് പ്രത്യേകത. നമ്മളെല്ലാവരും അതിൻ്റെ ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം മുൻകൂട്ടി കണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതമായ നിക്ഷേപം, പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ആ പണത്തിൻ്റെ സെക്യൂരിറ്റി, നമ്മൾ നിക്ഷേപിക്കുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റിയൊക്കെ നമ്മൾ നോക്കിയിട്ട് പലപ്പോഴും നാഷണലൈസ്ഡ് ബാങ്കുകളിലെ അക്കൗണ്ടിലെത്തി നിൽക്കുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ, അതായത് ഒരു റെക്കറൻറ്റ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള പല തരം സ്കീമുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്, അതിലേതെങ്കിലും ഒരു സ്കീമിൽ നീ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ, റെഗുലറായിട്ട് മന്ത്ലി സർട്ടൻ എമൗണ്ട് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പവർ ഓഫ് കോമ്പൗണ്ടിങ് അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിന്റെ പണം നിന്റെ അക്കൗണ്ടിൽ കടന്ന് അല്ലെങ്കിൽ നിന്റെ സ്കീമിൽ കടന്ന് വളരുന്നുണ്ട്. ചെറുതാണെങ്കിലും വലുതായും ഒക്കെ അത് വളരുന്നുണ്ട്. അത് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ROIയുടെ അടിസ്ഥാനത്തിൽ ആ പണത്തിൻ്റെ
ടോട്ടൽ റിട്ടേൺ നമുക്ക് വരുന്നത് വ്യത്യാസപ്പെടുന്നുണ്ടാവും. ആ പണം നമ്മൾ നിക്ഷേപിച്ച തുകയേക്കാൾ എന്തായാലും ഇരട്ടിയായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ അതുകൊണ്ട് സേവ് ചെയ്യുമ്പോൾ പണം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് കിട്ടുന്ന പലിശ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആ പണത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ 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 നിസ്സാരമാണ്. അത് ഇന്നത്തെ ഇൻഫ്ലേഷൻ കൂടി തട്ടിച്ചു നോക്കുമ്പോൾ ആ പണത്തിന് ഒരു വാല്യൂവും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുക. എന്നാൽ നേരെ മറിച്ച് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, ഒരു പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, സ്കീമുകളിലേക്കോ റെക്കറൻറ്റ് ഡെപ്പോസിറ്റുകൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ, മാസം തോറും നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ മൂല്യം നഷ്ടപ്പെടാതെ തന്നെ വലിയൊരു സംഖ്യ നമുക്ക് റിട്ടേൺ ലഭിക്കാനുള്ളൊരു സാധ്യത നിക്ഷേപത്തിലുണ്ട്. സാധ്യത എന്നല്ല, ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ വളരെ ടെക്നിക്കലായി പറഞ്ഞപ്പോൾ സുധീഷിനെ അത് മനസ്സിലായിട്ടില്ല എന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞു, സുധീഷ്, നമ്മൾ ചീരയും വാഴയും ഒക്കെ വെക്കാറുണ്ട് നമ്മുടെ വളപ്പിൽ, തൊടിയിൽ. അപ്പോൾ ചീര കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചീരയുടെ ഒപ്പം തന്നെ ചീര കൃഷി ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രത്യേകതയും വാഴ കൃഷി ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത, അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ ആയാലും ഒരു മൂട് വാഴയും ഒരു കുറച്ച് ചീരയും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ ലഭിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് നേരം ആലോചിച്ചാണ്. എന്നിട്ട് പറഞ്ഞു, ചീര നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം രാശേട്ടാ, പക്ഷേ എങ്ങനെ ഒരു ക്ലാരിറ്റി ആൾക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചീര നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും പറിച്ചെടുക്കാവുന്നത് പോലെ ഉള്ള ഒരു പ്രോഡക്റ്റാണ് ചീര. നമ്മൾ വിത്ത് വാങ്ങി പാകി മുളപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നശിപ്പിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ ആവുന്നത് വരെയോ അത് നശിച്ചു പോകുന്നത് വരെയോ എന്നുള്ളൊരു റിട്ടേൺ ചീര ഇലക്കറി എന്ന ആ സാധനം ലഭിക്കും. എന്നാൽ നമ്മളൊരു വാഴ വെക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? ഒരിക്കലും അല്ല. വാഴയുടെ ആ വളർച്ചാ കാലഘട്ടം ഏകദേശം ഏതാണ്ട് ഒരു 9 to 10 മാസത്തിനിടയിലാണ് ഒരു വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമാണ് ഒരു വാഴക്കുല ലഭിക്കുന്നത്. പക്ഷെ വാഴക്കുല ലഭിക്കുമ്പോൾ വാഴക്കുല മാത്രമാണോ ലഭിക്കുന്നത്? അല്ല. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് വാഴക്കുട്ടികൾ കൂടി ലഭിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു വാഴയാണ് വെച്ചിട്ടുള്ളൂ, പക്ഷേ നമ്മൾ ആ പറമ്പിൽ മുഴുവൻ വെക്കാനുള്ള അത്ര വാഴയും വാഴക്കൊലയും നമുക്ക് വാഴയിൽ നിന്ന് ലഭിക്കും. ചീരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സാധ്യതയില്ല എന്നല്ല, നമ്മൾ അത്രയും കാലം നമ്മൾ അതിനെ വെച്ചുകൊണ്ടിരിക്കില്ല. നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ചീര എടുത്തുകൊണ്ടേയിരിക്കും ഇലക്കറിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവന് വളരെ കൃത്യമായി മനസ്സിലായി. നാളെ ഒരു റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എത്തിക്കാമെന്നും പറഞ്ഞിട്ട് ആൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. സുധീഷിനെ സഹായിക്കാൻ പറ്റിയെന്നുള്ളത് നല്ല സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ മുകളിൽ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റെക്കറൻറ്റ് ഡെപ്പോസിറ്റുകളോ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു. രാകേഷ്, ദ കൺസൾട്ടൻറ്റ്.